ഒരു പേരും ഊരും ഇല്ലാത്ത ഓഫീസുകളിൽ നിന്നും ലോഡ് എടുക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ലോറി ഉടമയ്ക്കോ അതല്ലെങ്കിൽ ഈ സാധനത്തിനോ എന്തോ പറ്റിയാൽ ആ ലോറി ഡ്രൈവറെ മുങ്ങിത്തെറിഞ്ഞാൽ പിന്നെ കാണൂല. അവന്റെ അടുത്ത് ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അത് സ്വിച്ച് ഓഫ് ആക്കിയാൽ ഈ ലോറിക്കാരനോട് ആര് സമാധാനം പറയും? പാർട്ടിനോട് ആര് സമാധാനം പറയും? അപ്പൊ അംഗീകൃത ഏജൻസികൾ, അംഗീകൃത ട്രാൻസ്പോർട്ട്, ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത് ട്രാൻസ്പോർട്ടിൽ നിന്ന് മാത്രം ലോഡ് എടുക്കുക. വാഹനം മേടിക്കാൻ മാത്രം നിങ്ങൾ തയ്യാറായ പോരാ, ഇതിന്റെ വാടകയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങളും ഞങ്ങളൊപ്പം അണിനിരക്കണം. അടിസ്ഥാനമായിട്ട് നമുക്കൊരു ഫിക്സഡ് വാടക, അതുപോലെ തന്നെ ആൾട്ടീം വാടകയും നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അതായത് ഒരു മിനിമം വാടകയും ആൾട്ടീം വാടകയും. നമസ്കാരം. ഞങ്ങൾ ഈ ലോറി വ്യവസായത്തിന്റെ ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്കും സർക്കാരിനും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനൊരു മീറ്റിംഗ് ഞങ്ങൾ കൂടിയിട്ടുള്ളത്. നാളെ ഇതുവരെയായിട്ടും ലോറിക്കാരന്റെ അടിസ്ഥാനമായിട്ടുള്ള വാടകകളോ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകളോ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്ത സംഘടനകളോ തയ്യാറാവാത്തതുകൊണ്ട് ഞങ്ങൾ രംഗത്തേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടായിട്ടാണ് പാലക്കാട് ജില്ലയിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംഘടനയും ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഘടന മുന്നോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതിന് വേണ്ടപ്പെട്ട നേതാക്കന്മാർക്കും ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ടാകും, അനധികൃതമായിട്ടുള്ള ബുക്കിംഗ് ഓഫീസുകാരനെ പറ്റിയിട്ട്. അപ്പൊ അതിന് കൊടുത്തിട്ടുള്ള മറുപടിയാണ് 25/10/2024 ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സന്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള പേപ്പറുകൾ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. ഈ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ചില നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ഇറങ്ങുകയാണ്. 1000 വണ്ടി ഈ സംഘടനയുടെ പിന്നിലേക്ക് അണിചേരുകയാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ വാടക എന്തായാലും നാഷണൽ പെർമിറ്റ് മേഖലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അടിസ്ഥാനമായിട്ട് നമുക്കൊരു ഫിക്സഡ് വാടക, അതുപോലെ തന്നെ ആൾട്ടീം വാടകയും നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അതായത് ഒരു മിനിമം വാടകയും ആൾട്ടീം വാടകയും. അത് ഏത് രൂപത്തിലാണെന്നുള്ളത് ഞങ്ങൾ വിശദീകരിക്കാൻ പോകണം. അതുപോലെ തന്നെ വ്യാപാരികളോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളെ അഭ്യർത്ഥിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിമുട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നാഷണൽ പെർമിറ്റ് നിയമത്തില് ഒരു നിയമം 2019, അതായത് 1989 നിയമം ഭേദഗതി വരുത്തി 2019 നടപ്പിലാക്കിയ നിയമമാണ് LP പെർമിറ്റ് മാറ്റി നിർത്തി AIP പെർമിറ്റിലേക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. നാഷണൽ പെർമിറ്റ് ഓരോരുത്തരും വാഹനം കയറ്റുക, ഒരു ഡെലിവറി എന്നുള്ള നിയമമാണ്. ആ നിയമം ഇത് 2017 വരെ നടപ്പിലായിരുന്നു. നമ്മൾ അതിന് ഉദാഹരണം പഞ്ചസാര നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കർണാടക ബോർഡറിൽ വരെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ലോക്കൽ വാഹനങ്ങൾ പോയി സപ്ലൈ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് നേരിട്ടിട്ട് സംസ്ഥാനത്തേക്ക് നേരിട്ടിട്ട് ഡെലിവറി ആയിട്ട് 4ഉം 5ഉം ഡെലിവറി ആയിട്ടാണ് വന്നത്. അപ്പൊ ആ നിയമത്തിൽ പറയുന്നത് ഓരോരുത്തന്ന് കയറ്റുക, ഓരോരുത്തർ ഇറക്കുക എന്നുള്ളതാണ്. ആ നിയമം ഞങ്ങളിപ്പോൾ നടപ്പിലാക്കാൻ തയ്യാറാകും. അതുപോലെ തന്നെ എല്ലാ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള, അതായത് യഥാർത്ഥത്തിലുള്ള ട്രാൻസ്പോർട്ടാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ രേഖയാണ് ഈ കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ GST, അതായത് ലാഭവും നഷ്ടവും ഇല്ലെങ്കിലും ഞങ്ങൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വാർഷിക വരുമാനത്തിൽ നിന്ന് നഷ്ടമാണെങ്കിൽ പോലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ട് ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് വാടകകളുടെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ ചർച്ചക്ക് ഞങ്ങളും തയ്യാറാണ്. ബാക്കി ബഹുമാനപ്പെട്ട നേതാവ് കാതർക്ക സംസാരിക്കുന്നത്. ഒരു ട്രാൻസ്പോർട്ട് നടത്താൻ ആർക്കൊക്കെയാണ് യോഗ്യത എന്ന് നമ്മൾ ഗവൺമെന്റിനോട്, മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന് മറുപടി ഒന്നാണ് തദ്ദേശ സ്വയംഭരണ ചീഫ് ആണ് ഇത് അയച്ചു ചേർന്നത്. ഇതിൽ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം അവരെ ശ്രദ്ധയിൽപ്പെടുത്തണോ? അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇവരാണ് ഈ ചെറുകിട ഓഫീസുകൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കാൻ പാടില്ല.
പെർമിഷൻ എന്തിനു വേണ്ടി കൊടുക്കുന്നത്, അതിന്റെ മാനദണ്ഡം എന്താണ് നിങ്ങളെടുത്ത് രേഖ ഉള്ളത്? അത് ഇതുവരെക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോടും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് അവിടെ ബുറാക്ക് ട്രാൻസ്പോർട്ട് തുടങ്ങണം, ഈ അവിടെ പോയി തുടങ്ങിക്കോ, അതിന്റെ പൈസയുമായി റെസീറ്റും കൊടുത്ത് വിടുകയാണ്. അങ്ങനല്ല, ഇതിന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ചില പേപ്പറുകളൊക്കെ റെഡിയാവാനുണ്ട്. ഇത് 5000 റുപ്യന്റെ മുദ്രകടലാസ്, ഇതിലാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്. ഇത് ഹരിയാനയിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഇതില് കരയിൽ കൂടെ ഇന്ത്യ രാജ്യത്ത് കരമാർഗം ചരക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനുള്ള അവകാശ പത്രികയാണിത്. ഇതിന് നിയമങ്ങളുണ്ട്. ഇതിന് GST വേണം, പാൻ കാർഡ് വേണം, പിന്നെ കണക്കുകൾ ഹാജരാക്കണം. ഓരോ ആനുവലിലും ആ കണക്ക് ഹാജരാക്കി GSTയോ ഇൻകം ടാക്സോ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ എവിടെയും പെടാത്ത ഒരുപാട് ഓഫീസുകൾ പല ശുദ്ധമായ പേരിലും 2 സ്റ്റൂളും വാങ്ങിയിട്ട് നടത്തുന്നുണ്ട്. അത് ഇനിയും അനുവദിക്കുകയാണെങ്കിൽ ലോറി വ്യവസായം കുത്തനെ തകരുന്ന ഒരു രീതിയിലേക്ക് പോകും. വാടക വാങ്ങിക്കൊടുക്കേണ്ട ഓഫീസുകളാണ്, ട്രാൻസ്പോർട്ട് ഓഫീസാണ് വ്യവസായിനോടും വ്യാപാരിനോടും വാടക വാങ്ങിച്ച് ലോറിക്കാരന് കൊടുക്കേണ്ടി. അത് കണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ പിന്നെ ഒരു പേരും ഊരും ഇല്ലാത്ത ഓഫീസുകളിൽ നിന്നും ലോഡ് എടുക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ലോറി ഡ്രൈവറെയും ലോറി ഉടമനെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് മറ്റുള്ള ബ്രോക്കർമാരും ഓൺലൈൻ ഡ്രൈവർമാരും ബ്രോക്കറാണ്. ലോറി ഉടമക്കോ അതല്ലെങ്കിൽ ഈ സാധനത്തിനോ എന്തോ പറ്റിയാൽ ആ ലോറി ഡ്രൈവറെ മുങ്ങിത്തെറിഞ്ഞാൽ പിന്നെ കാണൂല. അവന്റെ അടുത്ത് ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അത് സ്വിച്ച് ഓഫ് ആക്കിയാൽ ഈ ലോറിക്കാരനോട് ആര് സമാധാനം പറയൂ, പാർട്ടിനോട് ആര് സമാധാനം പറയും? അപ്പൊ അംഗീകൃത ഏജൻസികൾ, അംഗീകൃത ട്രാൻസ്പോർട്ട്, ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത് ട്രാൻസ്പോർട്ടിൽ നിന്ന് മാത്രം ലോഡ് എടുക്കുക. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്, പാലക്കാടും ഉണ്ട്, കോഴിക്കോടും ഉണ്ട്, കൊടുവള്ളിയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരുടെ ലോഡ് മാത്രം എടുക്കുമ്പോൾ പാർട്ടിക്കാണെങ്കിൽ പാർട്ടി സുരക്ഷിതാണ്, ഡ്രൈവറാണ് സുരക്ഷിതാണ്. വാടക കിട്ടിയില്ല, അതങ്ങനെ ആക്കി, ഇതിങ്ങനെ, അങ്ങനത്തെ യാതൊരു പരാതി ഉണ്ടാവില്ല. ഈ ട്രാൻസ്പോർട്ടറിന് അതിനുള്ള കഴിവുണ്ടാവും വാങ്ങിത്തരാൻ. കഴിവില്ലെങ്കിൽ നിയമപരമായിട്ട് പോയി വാങ്ങാനുള്ള കഴിവ് പേപ്പർ കൊണ്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും മറ്റുള്ള ഈ ഓഫീസുകൾക്കെതിരിൽ ശക്തമായ ഒരു മുന്നേറ്റം വഹിച്ച് നീങ്ങാനാണ് തീരുമാനം എടുക്കുന്നത്. അതെ, അതിൽ യാതൊരു വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറില്ല. കാരണം ഇതുവരെ ഞങ്ങൾ ജീവിച്ചത് നിങ്ങളുടെയൊക്കെ ഔദാര്യത്തിലാണ്. വാഹനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി ഞങ്ങൾക്കും കൊണ്ട് നടക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് ഞങ്ങൾ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചർച്ച ചെയ്ത് നല്ല രൂപത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വരാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ ആർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ സംഘടനാപരമായിട്ടുള്ള വാഹനങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ലീഗലായിട്ട് മുന്നേറാൻ തന്നെയാണ് ഞങ്ങളും എടുത്തിട്ടുള്ള തീരുമാനം. അതുകൊണ്ട് ആരും മുഷിപ്പിക്കുന്നില്ല. എന്തായാലും ഈ വരുന്ന ഈ റമദാൻ കഴിഞ്ഞ് പെരുന്നാളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെ പിന്തുണ, എല്ലാ ലോറി മുതലാളിമാരും വാഹനം മേടിക്കാൻ മാത്രം നിങ്ങൾ തയ്യാറായ പോരാ, ഇതിന്റെ വാടകയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങളും ഞങ്ങളൊപ്പം അണിനിരക്കണം. 1000 വണ്ടി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഹാൾട്ടിങ് വാടക ഞങ്ങൾ നിശ്ചയിച്ചു തരാം. അതുപോലെ തന്നെ ഈ കയറ്റുകൂലി ഇറക്കുകൂലി ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് പ്രത്യേകിച്ചിട്ട് ഈ വ്യാപാരി സംഘടനകളാണ്. അവരുമായിട്ട് ഞങ്ങൾ ചർച്ചക്ക് വെക്കാനും ഞങ്ങൾ അവരുമായിട്ട് ഒരു ചർച്ച വെക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ ആർക്കും കുഴപ്പമില്ലാത്ത രൂപത്തിൽ, ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ ആശയം. എല്ലാ ലോറി ഡ്രൈവർമാരുടെയും ഓണർ കം ഡ്രൈവർമാരുടെയും പിന്തുണ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്.